Hi friends, Ranji and Rajit Kumar from Arman Consulting. 30 days in the personal finance awareness campaigning ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഡേ 22 ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുക ഇമ്പൾസീവ് ബൈയിങ് ബിഹേവിയർ ആണ്. അതായത് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ കാണുന്നത് ഓഫേഴ്സാണ്. 50%, 70%, 20% ഓഫേഴ്സ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആകെ ഞെട്ടിപ്പോവും. കാരണം ആകെ നമ്മൾ എന്തായാലും വാങ്ങണം. അതാണ് നമ്മൾ പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് നമ്മൾ അപ്പോഴത്തെ ഡിസിഷൻ. കാരണം നമുക്കത് വേണോ വേണ്ടോ എന്നുള്ളതല്ല, ഓഫർ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് വാങ്ങിക്കളയാ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കതിൻ്റെ ആവശ്യമുണ്ടെന്നാണ്. ചില ഇതിൽ കാണാം നമുക്ക് ബൈ 1 get 3 നമ്മൾ വാങ്ങും. നമുക്ക് ഒന്നേ ആവശ്യമുണ്ടോ, നമ്മൾ വെറുതെ വീണ്ടും എമൗണ്ട് അധികം കൊടുത്തിട്ട് ഓഫർ ഉണ്ടല്ലോ, പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസയാണ്. വി ആർ പ്രൊവൈഡിങ് ദ മണി, വി ഗിവിങ് ദ മണി. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത വീണ്ടും വാങ്ങിക്കൂട്ടാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വി ഷുഡ് ഹാവ് എ പ്രോപ്പർ ബൈയിങ് സ്ട്രാറ്റജി. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നടക്കുമ്പോൾ ഒരു പേഴ്സണൽ അവയർനെസ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അവനക്ക് നല്ലൊരു റേറ്റിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങാം. ആവശ്യമില്ലാത്ത സമയത്താണെങ്കിലും നല്ല റേറ്റാണ്, ഒരു ഓഫർ ആണെങ്കിലും അത് നമ്മളെ ഇത് നഷ്ടപ്പെടാനോ നശിക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ നമ്മളെ പൈസ മറ്റുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോണ്ട് ഗോ ഫോർ ദ ഓഫേഴ്സ്. അപ്പോൾ ഇമ്പൾസീവ് ബൈയിങ് ബിഹേവിയർ, നമ്മൾ ബൈയിങ് സ്ട്രാറ്റജി, നമുക്ക് നീഡ് ഉണ്ടോ, നമുക്കതിനെ കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നമ്മളുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ അവയർനെസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ്. താങ്ക് യു വെരി മച്ച്.